ഹലോ എവരി വൺ, വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത് NIOS +2 പൊളിറ്റിക്കൽ സയൻസിന്റെ 19ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ്, ദേശീയ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കഷൻ ചെയ്യുന്നത്. അപ്പൊ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചും അതേപോലെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും വഹിക്കുന്ന പങ്കിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് വ്യക്തമാക്കേണ്ടത്. അപ്പൊ ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ അഥവാ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചാണ് 19ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ക്ലാസ് വ്യക്തമാക്കുന്നത്. അപ്പോ അതില് നമ്മള് ഈ ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ എന്ന ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കണം. പിന്നെ പാർട്ടി സംവിധാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. ചരിത്ര വികാസത്തെ കുറിച്ച് മനസ്സിലാക്കണം. ദേശീയ പാർട്ടികൾ ഏതൊക്കെയെന്ന് നമുക്ക് വ്യക്തമാക്കണം. അപ്പൊ നമുക്കറിയാം, ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ, നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടികളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ വിലയിരുത്തുന്നത്. അപ്പൊ രാഷ്ട്രീയ പാർട്ടികളുടെ നിർവചനവും അതിന്റെ ധർമ്മങ്ങളും ജനങ്ങളുമായുള്ള ബന്ധത്തെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ വിവരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം, പാർട്ടി സംവിധാനങ്ങൾ എന്ന് പറയും. പാർട്ടി സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാല് ഒരു ഒറ്റ പാർട്ടി ഉണ്ട്, 2 പാർട്ടികളുണ്ട്, ബഹുപാർട്ടികളുണ്ട്. അപ്പൊ നമുക്കറിയാം, ഒരു 1 പാർട്ടി സിസ്റ്റം ഉണ്ട്, അതേപോലെ തന്നെ ബൈ പാർട്ടി അഥവാ 2 പാർട്ടി സിസ്റ്റം ഉണ്ട്, അതേപോലെ തന്നെ മൾട്ടി പാർട്ടി അഥവാ ബഹുപാർട്ടി സിസ്റ്റം ഉണ്ട്. അപ്പൊ ഈ പാർട്ടി സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ പാർട്ടികൾ 3 വിധത്തിലുള്ളത്. ഒരു ഒറ്റ പാർട്ടി ഉണ്ടായിരുന്നു, 1 പാർട്ടി എന്ന് പറയും. പിന്നെ ബൈ പാർട്ടി അഥവാ 2 പാർട്ടി എന്ന് പറയും, 2 പാർട്ടികൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ബഹുപാർട്ടി എന്ന് പറഞ്ഞാല് മൾട്ടി പാർട്ടി സിസ്റ്റം. ഇങ്ങനെ 3 രീതിയിലാണ് നമ്മുടെ രാജ്യത്ത് പാർട്ടികൾ നിലനിന്നിരുന്നത്. പിന്നെ നമുക്കതിൽ പഠിക്കാനുള്ളത് അതിന്റെ ചരിത്ര വികാസത്തെ കുറിച്ചാണ്. 1885 മുതൽ 1885 മുതൽ സഖ്യരാഷ്ട്രീയ കാലഘട്ടത്തിന്റെ വളർച്ച വരെ നമുക്ക് അതിന്റെ വികാസത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് ദേശീയ പാർട്ടികളാണ്. ഇന്റർനാഷണൽ കോൺഗ്രസ്, BJP, CPI, CPIM, BSP പറഞ്ഞാൽ ബഹുജൻ സമാജ് പാർട്ടി എന്ന് പറയും, അതാണ് BSP. അപ്പൊ ഇത്തരം പാർട്ടികളെ കുറിച്ചൊക്കെയാണ് പിന്നെ നമുക്ക് അറിയേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ദേശീയ പാർട്ടിയുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കണം, നിർവചനം മനസ്സിലാക്കണം, ധർമ്മം മനസ്സിലാക്കണം, പാർട്ടി സംവിധാനങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കണം. പാർട്ടി സംവിധാനം 3 ഉള്ളതെന്ന് ടീച്ചർ പറഞ്ഞു. അതിന്റെ വികാസം എന്ന് മുതലാണ്, അതിന്റെ ഡെവലപ്മെന്റ് എന്ന് മുതലാണ് എന്ന് വ്യക്തമാക്കണം. അതേപോലെ ദേശീയ പാർട്ടികൾ ഏതൊക്കെയെന്ന്, ഇന്റർനാഷണൽ കോൺഗ്രസ്, BJP, CPI, CPIM, BSP തുടങ്ങിയവയാണ് ദേശീയ പാർട്ടികളായിട്ട് അറിയപ്പെടുന്നത്. അതില് നമുക്ക് ദേശീയ പാർട്ടി അഥവാ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെ നിർവചനവും ലക്ഷ്യങ്ങളുമാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് രാഷ്ട്രീയ പാർട്ടി? വാട്ട് ഈസ് മീൻ ബൈ പൊളിറ്റിക്കൽ പാർട്ടി? പൊളിറ്റിക്കൽ പാർട്ടി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ എഴുതുക? നമുക്കറിയാം എന്തിനു വേണ്ടിയാണ് ഇവിടെ പാർട്ടികൾ രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പൊ പൊളിറ്റിക്കൽ പാർട്ടി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കണേ, എന്താണ് അതിന്റെ നിർവചനം, ഡെഫിനിഷൻ എന്താണ്? നമുക്കറിയാം, പൊതുവായ ലക്ഷ്യമുള്ള ജനവിഭാഗം, അവരുടെ ആശയങ്ങളും ലക്ഷ്യങ്ങളുമുള്ള സംഘടിത ജനവിഭാഗമാണ് രാഷ്ട്രീയ പാർട്ടി. പൊതുവായ ലക്ഷ്യമുള്ള ഒരു ജനവിഭാഗമായിരിക്കും, മാത്രമല്ല പൊതുവായിട്ടുള്ള ആശയങ്ങളും അതേപോലെ ലക്ഷ്യങ്ങളുമുള്ള ഒരു സംഘടിത ജനവിഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുക? രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുക. ഇപ്പൊ പൊതുവായ ആശയങ്ങളും ലക്ഷ്യങ്ങളുമുള്ള ഒരു സംഘടിത ജനവിഭാഗത്തെ, ഒരു ഓർഗനൈസ്ഡ് പീപ്പിൾസിനെ അഥവാ ഒരു സംഘടിത ജനവിഭാഗത്തെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? പൊളിറ്റിക്കൽ പാർട്ടി എന്ന് അറിയപ്പെടുന്നത്. മാത്രല്ല പൊളിറ്റിക്കൽ പാർട്ടിയിലൂടെ നമ്മൾ എന്താണ് നേടാൻ ശ്രമിക്കുക? അധികാരം നേടാൻ ശ്രമിക്കും, അല്ലേ?
ഒരു ജനാധിപത്യ മാർഗത്തിലൂടെ അധികാരം നേടുക എന്നതാണ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലക്ഷ്യം. ഇപ്പൊ പൊളിറ്റിക്കൽ പാർട്ടി എങ്ങനെയാണ് അധികാരം നേടിയെടുക്കുന്നത്? ഒരു ജനാധിപത്യ മാർഗത്തിലൂടെ, ഒരു ഡെമോക്രസിയിലൂടെ അഥവാ ജനാധിപത്യ മാർഗത്തിലൂടെ അധികാരം നേടുക എന്നതാണ് ഏതിന്റെ ലക്ഷ്യം? പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം. മാത്രല്ല അത് എന്തായി പ്രവർത്തിക്കുന്നുണ്ട്? ഒരു സേതുവായി പ്രവർത്തിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ എന്താ? പൊളിറ്റിക്കൽ പാർട്ടി ജനങ്ങളെയും സർക്കാരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായി എന്നുള്ളതിനാണ് അവിടെ സേതുവായി എന്ന് പറഞ്ഞാല് കണ്ണിയായി പ്രവർത്തിക്കുകയും രാഷ്ട്രീയമായ വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുന്നു. അപ്പോ ഒരു ജനങ്ങളും സർക്കാരും തമ്മിലുള്ള ഒരു ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടി ഏത് പ്രവർത്തിക്കുന്നുണ്ട്? രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് പൊളിറ്റിക്കൽ പാർട്ടിയെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ എഴുതുക. കണ്ടോ, പല പൊളിറ്റിക്കൽ പാർട്ടി കണ്ടോ, ഇവിടെ കോൺഗ്രസിന്റെ ഫ്ലാഗ് ആണ് കാണുന്നത് അല്ലെ. ഇപ്പൊ പൊളിറ്റിക്കൽ പാർട്ടിയെ എന്നൊരു ക്വസ്റ്റ്യൻ, പൊളിറ്റിക്കൽ പാർട്ടിയെ കുറിച്ച് ഷോർട്ട് നോട്ട് എഴുതാൻ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ എഴുതുക? അതായത് പൊതുവായ ലക്ഷ്യമുള്ള ഒരു ജനവിഭാഗമായിരിക്കും പൊളിറ്റിക്കൽ പാർട്ടീസ്. പൊതുവായ ആശയങ്ങളും ലക്ഷ്യങ്ങളുമുള്ള ഒരു സംഘടിത ജനവിഭാഗത്തെയാണ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത്. മാത്രല്ല അത് അധികാരം നേടുന്നത് എങ്ങനെയാണ്? ജനാധിപത്യ മാർഗത്തിലൂടെ അധികാരം നേടുക എന്നതാണ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം. ഒരു ജനാധിപത്യ മാർഗത്തിലൂടെ ഒരു ജനാധിപത്യ മാർഗത്തിലൂടെ അതോറിറ്റി നേടിയെടുക്കുക അഥവാ അധികാരം നേടിയെടുക്കുക എന്നതാണ് പൊളിറ്റിക്കൽ പാർട്ടികളുടെ പ്രധാന ലക്ഷ്യം. മാത്രല്ല അതൊരു കണ്ണിയായി പ്രവർത്തിക്കുന്നു. ജനങ്ങളെയും സർക്കാരിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന കണ്ണിയായി പ്രവർത്തിക്കുന്നുണ്ട് ഏത്? പൊളിറ്റിക്കൽ പാർട്ടി. അത് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തിൽ വെക്കണം? പൊളിറ്റിക്കൽ പാർട്ടിയെ കുറിച്ച്, രാഷ്ട്രീയ പാർട്ടി എന്നാൽ എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വെക്കണം കേട്ടോ. ഇപ്പൊ ഈ ക്ലാസ് ടീച്ചർ എടുക്കുമ്പോ തന്നെ അതിന്റെ നോട്ടും നിങ്ങൾക്ക് സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ നോക്കൂ. അതായത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നാഷണൽ പാർട്ടീസ്. അതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരിക? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നാഷണൽ പാർട്ടീസ്. രാഷ്ട്രീയ അഥവാ പൊളിറ്റിക്കൽ പാർട്ടീസ്. നാഷണൽ പാർട്ടീസ് ചോദിച്ചാലും പൊളിറ്റിക്കൽ പാർട്ടി ചോദിച്ചാലും ഒന്ന് തന്നെയാണ്, സെയിം ക്വസ്റ്റ്യൻ. അപ്പോ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന സവിശേഷത എന്തൊക്കെയാണ്? ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് സംഘടിത അംഗത്വമായിരിക്കും. വ്യക്തമായ ചട്ടക്കൂടും സംഘടിത അംഗത്വവും ഉണ്ടായിരിക്കും ഏതിന്? രാഷ്ട്രീയ പാർട്ടിക്ക്. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടിയുടെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ ഫസ്റ്റ് സവിശേഷത എന്താണ്? സംഘടിത അംഗത്വം ഉണ്ടായിരിക്കും. ഒരു സംഘടിതമായ കൂട്ടായ്മ ഉണ്ടായിരിക്കും. അതാണ് സംഘടിത അംഗത്വം ഉണ്ടായിരിക്കും എന്ന് പറയാനുള്ള കാരണം. വ്യക്തമായ ചട്ടക്കൂടും സംഘടിത അംഗത്വവും ഏതിലുണ്ടായിരിക്കും? പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഉണ്ടായിരിക്കും. അപ്പോ സംഘടിത അംഗത്വം ഉണ്ടായിരിക്കും, മാത്രമല്ല വ്യക്തമായ ചട്ടക്കൂട് ഉണ്ടായിരിക്കും എന്നതാണ് ഏതിന്റെ പ്രത്യേകത? പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രത്യേകത. മാത്രമല്ല പൊതുവായ ആശയങ്ങൾ ഉണ്ടായിരിക്കും. പൊതുവായ ആശയങ്ങൾ എന്ന് പറഞ്ഞാല് രാജ്യത്തിന്റെ വികസനത്തിന് ഉതകുന്ന പൊതു താല്പര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. രാജ്യത്തിന്റെ വികസനത്തിന് ഉതകുന്ന തരത്തിൽ, രാജ്യത്തിന്റെ വികസനം ഉറപ്പാക്കുന്ന തരത്തിൽ പൊതു താല്പര്യങ്ങൾക്കായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്? പൊളിറ്റിക്കൽ പാർട്ടികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതുകൊണ്ടാണ് പൊതു ആശയങ്ങൾ ഉണ്ടായിരിക്കും എന്ന് പറയാനുള്ള കാരണം. മൂന്നാമത് എന്താണ്? ശക്തമായ നേതൃത്വം ഉണ്ടായിരിക്കും. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും. അതായത് പാർട്ടി നയങ്ങൾ നടപ്പിലാക്കാൻ കൃത്യമായ നേതൃത്വ ഘടന പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളുടെയും മറ്റൊരു പ്രത്യേകതയാണ് സ്ട്രോങ് ഡയറക്ഷൻ. പാർട്ടി നയങ്ങളൊക്കെ, പാർട്ടിക്ക് ഒരുപാട് നയങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ പാർട്ടികളുടെ നയങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു നേതൃത്വ ഘടന ഏതിനുണ്ടായിരിക്കും? പൊളിറ്റിക്കൽ പാർട്ടികൾക്കുണ്ടായിരിക്കും.
അപ്പൊ ഒരു ശക്തമായ നേതൃത്വ പാടവം ഏതിനുണ്ട് എന്നാ പറയുന്നത്? പൊളിറ്റിക്കൽ പാർട്ടിക്കുണ്ട്. പാർട്ടി നയങ്ങൾ നടപ്പിലാക്കാൻ കൃത്യമായ നേതൃത്വ ഘടന ഏതിൽ പ്രവർത്തിക്കുന്നുണ്ട്? പൊളിറ്റിക്കൽ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? വ്യക്തമായ നയങ്ങൾ ഉണ്ടായിരിക്കും. സവിശേഷമായ നയങ്ങളും സാമൂഹിക പരിപാടികളും മുന്നോട്ട് വെക്കുന്നു. സവിശേഷമായ നയങ്ങൾ ഉണ്ടായിരിക്കും. പലതരത്തിലുള്ള സാമൂഹിക, നമുക്കറിയാലേ രാഷ്ട്രീയ പാർട്ടികൾ പലതരത്തിലുള്ള സോഷ്യൽ പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള സാമൂഹിക പരിപാടികൾ ഉണ്ടായിരിക്കും. അതാണ് വ്യക്തമായ നയങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത്. പിന്നെ എന്താണ് രാഷ്ട്രീയ പാർട്ടിയുടെ മറ്റൊരു സവിശേഷത? ജനാധിപത്യ മാർഗമായിരിക്കും. ജനങ്ങളാൽ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജനപ്രതിനിധിയെ പാർട്ടികള് തെരഞ്ഞെടുപ്പിന് വേണ്ടി നിർത്തും അല്ലേ? എല്ലാ പാർട്ടികളും ആ പാർട്ടിയിലൊക്കെ ഓരോ പാർട്ടി, കോൺഗ്രസ് ആണെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിലും BJP ആണെങ്കിലും അവരൊക്കെ ഏത് പാർട്ടിക്കാരും അവരുടെ ഒരു ജനപ്രതിനിധിയായിട്ട് ഒരാളെ കണ്ടെത്തിയിരിക്കും തെരഞ്ഞെടുപ്പിൽ അല്ലേ? അതുകൊണ്ടാണ് ജനാധിപത്യ മാർഗമാണ് അത് സ്വീകരിക്കുക, പൊളിറ്റിക്കൽ പാർട്ടീസുകൾ സ്വീകരിക്കുക എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് ഭരണഘടനാ അനുസൃതമായി അധികാരം കൈവരിക്കുന്നുണ്ട്. മാത്രമല്ല പൊളിറ്റിക്കൽ പാർട്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ജനക്ഷേമമാണ്. ജനക്ഷേമം മുൻനിർത്തിക്കൊണ്ടായിരിക്കും പൊളിറ്റിക്കൽ പാർട്ടികൾ പ്രവർത്തിക്കേണ്ടത്. പൊതുജന താല്പര്യമുള്ള വിഷയങ്ങളിൽ ഇടപെടുകയും ശബ്ദമുയർത്തുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ പൊതുജന താല്പര്യമുള്ള വിഷയങ്ങളിൽ ഇടപെടുകയും അതേപോലെ തന്നെ അതിനുവേണ്ടി ശബ്ദിക്കുകയും ചെയ്യുന്നവരായിരിക്കും ആരെ? പൊളിറ്റിക്കൽ പാർട്ടീസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ പ്രത്യേകതകളായിട്ട് പറയാനുള്ളത്. പൊളിറ്റിക്കൽ പാർട്ടിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇപ്പൊ പൊളിറ്റിക്കൽ പാർട്ടികളുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സംഘടിത അംഗത്വമായിരിക്കും, പൊതു ആശയങ്ങൾ ഉണ്ടായിരിക്കും, ശക്തമായ നേതൃത്വം ഉണ്ടായിരിക്കും, വ്യക്തമായിട്ടുള്ള നയങ്ങൾ ഉണ്ടായിരിക്കും, ജനാധിപത്യ മാർഗം ഉണ്ടായിരിക്കും. ജനക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് പൊളിറ്റിക്കൽ പാർട്ടികൾ പ്രവർത്തിക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, ഏകദേശം 6 പോയിന്റ് ഉണ്ട് മക്കളെ. ഇതൊക്കെ നിങ്ങൾ പോയിന്റ് മനസ്സിലാക്കിയാൽ മതി. രാഷ്ട്രീയ പാർട്ടികളുടെ സവിശേഷത ചോദിച്ചു കഴിഞ്ഞാൽ ഈ 6 പോയിന്റ് മനസ്സിലാക്കിയിട്ട് ആ പോയിന്റിനെ അടിസ്ഥാനപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. അടുത്തതാണ് നമ്മൾ ടീച്ചർ പറഞ്ഞു ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമ്മളെ പാർട്ടികളെ, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെ 3 രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? വൺ പാർട്ടി സിസ്റ്റം. വൺ പാർട്ടി സിസ്റ്റം നിങ്ങളുടെ കയ്യിലെ NIOSന്റെ ഗൈഡിലെ 3ാമത്തെ ക്വസ്റ്റ്യനിൽ കിടക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം. അപ്പൊ എന്താണ്? ഇന്ത്യയിലെ രാഷ്ട്രീയ സംവിധാനങ്ങൾ 3 രീതിയിലാണ്. ഇന്ത്യയിലെ ഇന്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ഡിവൈഡഡ് ഇൻടു 3 കാറ്റഗറി. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെ തരംതിരിച്ചിരിക്കുന്നത് 3 കാറ്റഗറികളായിട്ടാണ്. ഏതൊക്കെയാണ്? വൺ പാർട്ടി സിസ്റ്റം, 2 പാർട്ടി സിസ്റ്റം, അതേപോലെ തന്നെ മൾട്ടി പാർട്ടി സിസ്റ്റം. വൺ പാർട്ടി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒറ്റ പാർട്ടി സംവിധാനം. 2 പാർട്ടി സിസ്റ്റം എന്ന് പറഞ്ഞാൽ 2 പാർട്ടി സംവിധാനം. മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബഹുപാർട്ടി സംവിധാനം. അപ്പൊ ഒറ്റ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാലഘട്ടത്തിലെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇന്റർനാഷണൽ കോൺഗ്രസ് ആയിരുന്നു ആ ഒരു രാഷ്ട്രീയ പാർട്ടി. പക്ഷെ ഇന്ന് ഒറ്റ പാർട്ടിക്ക് ഉദാഹരണം ചൈനയാണ് കേട്ടോ. വൺ പാർട്ടി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പാർട്ടി മാത്രം ഭരണം നടത്തുക. അപ്പൊ ഒരൊറ്റ പാർട്ടി, വേറെ എതിർക്കാൻ മറ്റു പാർട്ടികളൊന്നുമില്ല. എതിർകക്ഷികളായിട്ട് ആരുണ്ടാവില്ല, മറ്റു പാർട്ടികൾ ഉണ്ടാവില്ല. ഒരൊറ്റ പാർട്ടി മാത്രം നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തെയാണ് ഇത് പറയുക വൺ പാർട്ടി സിസ്റ്റം. ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി മാത്രമുള്ള ഭരണ സംവിധാനമാണ് വൺ പാർട്ടി സിസ്റ്റം. അതിന് എക്സാമ്പിൾ ആണ് ചൈന. സെക്കൻഡ് ആണ് 2 പാർട്ടി സിസ്റ്റം, 2 പാർട്ടി സംവിധാനം. അതായത് 2 പാർട്ടികൾ അധികാരം പങ്കിടുന്ന ഭരണ സംവിധാനമാണ് 2 പാർട്ടി സിസ്റ്റം. അതിന് ഉദാഹരണമാണ് USA-യും UK-യും. അവിടെ 2 പാർട്ടികളെ ഉണ്ടാവുള്ളൂ. ഇനി ബഹുപാർട്ടി സിസ്റ്റം. ഇന്ത്യയിലാണ് എന്ത് നിലനിൽക്കുന്നത് ഇന്ന്? ബഹുപാർട്ടി സിസ്റ്റം. ആദ്യ കാലഘട്ടത്തിൽ ഇന്ത്യയിലും വൺ പാർട്ടി തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് മാറ്റം വന്നു. 1952 കൂടി അതിൽ മാറ്റം വന്നു. ഒരുപാട് പാർട്ടികൾ രൂപം കൊണ്ടു. ഇപ്പൊ ഇന്ത്യ സ്വീകരിക്കുന്നത് ബഹുപാർട്ടി സംവിധാനമാണ്.
ഇന്ന് ഇന്ത്യയിലുള്ളത് മൾട്ടി പാർട്ടി സിസ്റ്റമാണ്, ബഹുപാർട്ടി സംവിധാനം. ഇന്ത്യയിലെ സംവിധാനം നിരവധി പാർട്ടി മത്സര രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നു. അപ്പൊ ഈ ഒരു സംവിധാനം വഴി നിരവധി പാർട്ടികളാണ് മത്സര രംഗത്ത് തെരഞ്ഞെടുപ്പ് മത്സരത്തിന് സജീവമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതാണ് ഇന്ത്യയിലെ പാർട്ടി സംവിധാനങ്ങളായിട്ട് നമുക്ക് ഡിസ്കഷൻ ചെയ്യാനുള്ളത് കേട്ടോ. അടുത്തതാണ് നമ്മള് ഇന്ത്യൻ പാർട്ടി സംവിധാനത്തിന്റെ വികാസം അഥവാ ഡെവലപ്മെന്റ്. ഇന്ത്യൻ പാർട്ടി സംവിധാനത്തിന്റെ ഡെവലപ്മെന്റ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ എവല്യൂഷൻ എന്ന് പറയും. പരിണാമത്തെ കുറിച്ചൊക്കെ ഇന്ത്യൻ പാർട്ടി സംവിധാനത്തിന്റെ, അതായത് 4ാമത്തെ ക്വസ്റ്റ്യൻ വരുന്ന ഭാഗം കേട്ടോ അത്. ഇന്ത്യൻ പാർട്ടി സംവിധാനത്തിന്റെ ഡെവലപ്മെന്റ് അഥവാ പരിണാമം, എവല്യൂഷൻ ആണ്. ഡിസ്കസ് ദ എവല്യൂഷൻ ഓഫ് പാർട്ടി സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പാർട്ടി സംവിധാനത്തിന്റെ പരിണാമം അഥവാ വികാസം വ്യക്തമാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റുകളാണ് നിങ്ങൾ വെക്കേണ്ടത്. ഇപ്പൊ ഇന്ത്യയിലെ പാർട്ടി സംവിധാനത്തിന്റെ വികാസം എങ്ങനെയുണ്ടായത്? ആദ്യമുണ്ടായത് 1885 കോൺഗ്രസ് ആണ് രൂപീകൃതമായത്. ഇപ്പൊ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടിയുടെ പരിണാമം അഥവാ വികാസം അഥവാ ഡെവലപ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതുക? ഇന്ത്യയിലെ ആദ്യമായി രൂപം കൊണ്ട പാർട്ടി എന്ന് പറയുന്നത് 1885 1885 ഇന്റർനാഷണൽ കോൺഗ്രസ് ആയിരുന്നു. 1885 കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. ഇതിനെ ഇന്റർനാഷണൽ കോൺഗ്രസ് എന്നാണ് അറിയപ്പെടുക. അതിനുശേഷം 1952 തൊട്ട് 67 വരെ ഒരു ഏക പാർട്ടി ആധിപത്യമാണ് ഇന്ത്യയിൽ നിലനിന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ ആധിപത്യ കാലഘട്ടമായിരുന്നു. വർഷങ്ങൾ നോക്കുക കേട്ടോ. 85 ആദ്യം കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ രൂപീകൃതമായത്. പിന്നീട് കോൺഗ്രസ് പാർട്ടി ആധിപത്യം പുലർത്താൻ തുടങ്ങിയത് ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് 1952, 67 എല്ലാ സംസ്ഥാനങ്ങളിലും പൊതു തെരഞ്ഞെടുപ്പ് ഉണ്ടായി. അന്ന് കോൺഗ്രസ് പാർട്ടി ആയിരുന്നു, ഏക പാർട്ടി സിസ്റ്റം ആയിരുന്നു നിലനിന്നിരുന്നത്. ഒരൊറ്റ പാർട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 1967, 75 ആയപ്പോഴേക്കും ഇന്ത്യയിൽ ബഹുപാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് പാർട്ടികൾ രൂപം കൊള്ളാൻ തുടങ്ങി. പ്രാദേശിക പാർട്ടികൾ ശക്തിപ്പെടാൻ തുടങ്ങിയത് 1967, 75 കാലഘട്ടത്തിലാണ്. അതേപോലെ പിന്നീട് 1975, 77 ഈ കോൺഗ്രസിനെതിരെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്നു. അങ്ങനെ അടിയന്തരാവസ്ഥയും തുടർന്ന് രാഷ്ട്രീയ പാർട്ടികളിൽ മാറ്റം ഉണ്ടാവാനും തുടങ്ങി. നിങ്ങളിത് എഴുതുമ്പോൾ വർഷങ്ങൾ വെക്കണം കേട്ടോ, വർഷങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. 1989 ഒരു സഖ്യ രാഷ്ട്രീയമാണ് ഉണ്ടായത്. അതായത് ഒരു കൊളോഷൻ പൊളിറ്റിക്സ്, സജീവമായ നവകാലഘട്ടം എന്നാണ് അതിനറിയപ്പെടുന്നത്. സഖ്യ, അതായത് വേറെ പാർട്ടിയിലുള്ളവരെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സഖ്യം ചേർത്തുകൊണ്ടായിരുന്നു ഭരിക്കാൻ 1989 മുതൽ സാധിച്ചത്. അപ്പൊ ഈ ഒരു കാര്യമാണ് ഇന്ത്യൻ പാർട്ടി സംവിധാനത്തിന്റെ എന്തായിട്ട് അറിയപ്പെടുന്നത്? വികാസം അഥവാ എവല്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ പാർട്ടി സംവിധാനത്തിന്റെ എവല്യൂഷൻ അഥവാ വികാസം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? 1885 കോൺഗ്രസ് രൂപീകൃതമായി. അന്ന് കോൺഗ്രസ് പാർട്ടി നിലവിൽ വന്നു. 1967 കാലഘട്ടത്തില് കോൺഗ്രസ് ആധിപത്യം പുലർത്തുകയും ഒരു ഏകാധിപത്യ പാർട്ടിയായി മാറുകയും ചെയ്തു. പിന്നീട് 1967, 75 കാലഘട്ടത്തിലെ ഒരു ബഹുപാർട്ടി തരംഗം സൃഷ്ടിച്ചു. അങ്ങനെ പ്രാദേശിക പാർട്ടികൾ ശക്തിപ്പെടാൻ തുടങ്ങി. അങ്ങനെ 1975, 77 അടിയന്തരാവസ്ഥ പുറപ്പെടുവിക്കുകയും തുടർന്ന് രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. അങ്ങനെ 1989 കൂടി ഒരു സഖ്യ രാഷ്ട്രീയം സജീവമാവുകയും ചെയ്തു. ഇനി പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികള്? ഇമ്പോർട്ടന്റ് നാഷണൽ പാർട്ടീസ്. പ്രധാനപ്പെട്ട നാഷണൽ പാർട്ടികളുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഇന്റർനാഷണൽ കോൺഗ്രസ്. എന്നാണ് അത് രൂപം കൊണ്ടത്? 1885 1885 A.O. ഹ്യൂമാണ് ഇന്റർനാഷണൽ കോൺഗ്രസിന് രൂപം കൊടുത്തത്. പിന്നീട് രൂപം കൊണ്ടതാണ് BJP, ഭാരതീയ ജനതാ പാർട്ടി 1980. അതിനുശേഷം രൂപം കൊണ്ടതാണ് CPI,
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ 1925 1925 CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകൃതമായത്. അതിനുശേഷം രൂപം കൊണ്ടതാണ് CPM. CPM അതായത് CPI രണ്ടായി പിരിഞ്ഞു. എന്നിട്ട് ചൈനയോ അതായത് മാർക്സിസം ചൈനയോട് ആഭിമുഖ്യം പുലർത്തുന്നവർ പിന്നീട് CPM ആയി. അത് CPM ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിരിഞ്ഞ് CPM-ലേക്ക് പോയതാണ് 1964 1964. പിന്നെ രൂപം കൊണ്ടതാണ് BSP ബഹുജൻ സമാജ് പാർട്ടി 1996. അപ്പൊ ഇത്രയും പാർട്ടികളാണ് ഇന്ത്യയിലെ ദേശീയ പാർട്ടികളായിട്ട് അറിയപ്പെടുന്നത് കേട്ടോ. പിന്നെ ഇപ്പൊ പുതിയ പാർട്ടികളൊക്കെ വന്നിട്ടുണ്ട്, ആം ആദ്മി പാർട്ടി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല പാർട്ടികളും രൂപം കൊണ്ടിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട നാഷണൽ പാർട്ടികൾ ഏതൊക്കെയാണ്? ഈ 5 എണ്ണാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, BJP, CPI, CPM, BSP. അതേപോലെ തന്നെ ഇനി നമ്മള് ദേശീയ പ്രാദേശിക പാർട്ടികളെ കുറിച്ചാണ് പറയുന്നത്. റീജിയണൽ പാർട്ടി എന്ന് പറയും. നിങ്ങളുടെ 7-ലെ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റീജിയണൽ പാർട്ടി, പ്രാദേശിക പാർട്ടികൾ. ദേശീയ പാർട്ടി അറിയണം നമുക്ക്, റീജിയണൽ പാർട്ടി അറിയണം. ദേശീയ പാർട്ടി എന്നാൽ എന്താ മക്കളെ? എന്തിനാണ് നമ്മൾ നാഷണൽ പാർട്ടി അഥവാ ദേശീയ പാർട്ടി എന്ന് പറയാ? രാജ്യവ്യാപകമായി സ്വാധീനം ചെലുത്തപ്പെടുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചിത മാനദണ്ഡങ്ങൾ അനുസരിച്ച് ദേശീയ പാർട്ടിക്ക് പദവി നൽകുന്ന പാർട്ടികളെയാണ് എന്ത് പറയാ? ദേശീയ പാർട്ടി. രാജ്യവ്യാപകമല്ല, നമ്മുടെ രാജ്യത്ത് മൊത്തം എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിരിക്കുക ആ പാർട്ടി. നമ്മൾ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ പാർട്ടിയെ അംഗീകരിക്കണം. ഒരു പാർട്ടി ആവുക പറഞ്ഞാൽ പെട്ടെന്നൊന്നും ഒരു പാർട്ടി ആയി അംഗീകരിക്കപ്പെടുന്നില്ല. അതിന് എത്ര ആളുകൾ സപ്പോർട്ട് ഉണ്ട്, ഏതൊക്കെ സംസ്ഥാനങ്ങൾ സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കുക. ആരാണ് അംഗീകരിക്കേണ്ടത്? ഇലക്ഷൻ കമ്മീഷനാണ് അംഗീകരിക്കേണ്ടത്. അപ്പോ രാജ്യവ്യാപകമായി സ്വാധീനം ചെലുത്തുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചിത മാനദണ്ഡങ്ങൾ അനുസരിച്ച് ദേശീയ പാർട്ടിക്ക് പദവി നൽകുന്നു. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചിത മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ദേശീയ പാർട്ടികൾക്ക് പദവി നൽകുന്ന പാർട്ടിയാണ് ഏത്? ദേശീയ പാർട്ടി. അടുത്തതാണ് പ്രാദേശിക പാർട്ടി. പ്രാദേശിക പാർട്ടിയുടെ പ്രത്യേകത എന്താണ്? ഒരു പ്രത്യേക സംസ്ഥാനത്തോ പ്രദേശത്തോ മാത്രം സ്വാധീനിച്ചിട്ടുള്ള പാർട്ടികളെയാണ് നമ്മളെന്ന് പറയാ പ്രാദേശിക പാർട്ടി എന്ന് പറയാ. പ്രാദേശിക ആവശ്യങ്ങളും വികസനവും മുന്നേറ്റും. പ്രാദേശിക പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പ്രാദേശിക പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നമുക്ക് ഇല്ലാതായി. കേരളത്തിൽ മാത്രമാണ്, ബംഗാളിലും ഉണ്ടായിരുന്നു. ബംഗാളിലും ഇപ്പൊ അങ്ങനെ സീറ്റ് ഇല്ല തോന്നുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ മാത്രം കുറച്ച് സീറ്റാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ വെറും ചില സംസ്ഥാനങ്ങളിൽ മാത്രം നിലകൊണ്ടു പ്രവർത്തിക്കുന്ന പാർട്ടിയെയാണ് നമ്മളെന്ന് പറയാ പ്രാദേശിക പാർട്ടി എന്ന് പറയാ. റീജിയണൽ പാർട്ടി ചില പ്രത്യേകം സംസ്ഥാനത്തോ ചില പ്രദേശത്തോ മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയെയാണ് നമ്മളെന്ത് പറയുന്നത്? പ്രാദേശിക പാർട്ടി. ദേശീയ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? രാജ്യവ്യാപകമായി സ്വാധീനം ചെലുത്തുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില നിശ്ചിത മാനദണ്ഡങ്ങൾക്കനുസരിച്ച് എന്തായി പ്രഖ്യാപിക്കുക? ദേശീയ പാർട്ടിയായി പ്രഖ്യാപിക്കുകയും ചെയ്ത പാർട്ടിയെയാണ് എന്ത് പറയുക? ദേശീയ പാർട്ടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞുതരാം. നമുക്കറിയാം 1885 ഡിസംബറിലാണ് സ്ഥാപിതമായത്. ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് അറിയപ്പെടുന്നത് WC ബാനർജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ചിലപ്പോൾ പാർട്ടിയെ കുറിച്ച് എഴുതാൻ വരും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് ഷോർട്ട് നോട്ട് എഴുതാൻ ചോദിച്ചാൽ എന്തൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത്? 1885 ഈ ഒരു പാർട്ടി സ്ഥാപിതമായത്. 1885 ഡിസംബറിൽ. ഇതിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് WC ബാനർജി ആയിരുന്നു, വിമേഷ് ചന്ദ്ര ബാനർജി. മാത്രമല്ല ഇത് എന്തിനു വേണ്ടിയിട്ടാണ് രൂപം കൊണ്ടത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ നിർണായക പങ്ക് വഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. മാത്രമല്ല ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ജനകീയ ബഹുജന പ്രസ്ഥാനമായി ഇത് മാറുകയും ചെയ്തു. ഇപ്പൊ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ജനകീയ ബഹുജന പ്രസ്ഥാനമായി മാറാൻ ഏതിന് കഴിഞ്ഞു? ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധിച്ചു. ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേകതകൾ ചോദിച്ചാൽ നിങ്ങൾ എന്തൊക്കെ വെക്കണം? 1885 അത് രൂപീകൃതമായിട്ടുള്ളത്. WC ബാനർജി ആണ് അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ്.
സ്വാതന്ത്ര്യ സമരത്തിന് നിർണായകമായ പങ്കുവഹിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പാർട്ടി രൂപം കൊണ്ടത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ജനകീയ ബഹുജന പ്രസ്ഥാനമായി മാറാൻ ഏതിനു കഴിഞ്ഞു? ഒരു ജനകീയ പ്രസ്ഥാനമായി മാറാൻ ഇന്റർനാഷണൽ കോൺഗ്രസിന് സാധിച്ചു. ഇനി കുട്ടികളെ നമ്മൾ ഓരോ പാർട്ടിനെയും കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ ടീച്ചർ അഡീഷണൽ ആയി ആഡ് ചെയ്തതാണ്. അതുകൊണ്ടാട്ടുള്ളത് ഇങ്ങനെ ഒരു കളറ് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്തതാണ് ഈ ഒരു സ്ലൈഡ്. എന്തൊക്കെയാണ് ഇന്ത്യയിലെ ദേശീയ പാർട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885 അതിന്റെ ചിഹ്നം എന്ന് പറയുന്നത് കൈപ്പത്തി, ഹാൻഡ് ആണ്. പിന്നെ അതിന്റെ ആശയധാര എന്ന് പറയുന്നത് മതനിരപേക്ഷത, ജനാധിപത്യം, സാമൂഹ്യ നീതി. മാത്രമല്ല അതില് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ പ്രധാന പാർട്ടിയാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ രാഷ്ട്രീയ പാർട്ടിയാണ് കേട്ടോ. അപ്പൊ ഇന്റർനാഷണൽ കോൺഗ്രസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വെക്കണം. 1885 1885 രൂപീകൃതമായത്. അതിന്റെ ചിഹ്നം എന്ന് പറയുന്നത് കൈയാണ്. അതിന്റെ ആശയധാര എന്തൊക്കെയാണ് അതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത്? മതനിരപേക്ഷത, ജനാധിപത്യം, സാമൂഹ്യ നീതി തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ പ്രധാന പാർട്ടിയായിരുന്നു ഇന്റർനാഷണൽ കോൺഗ്രസ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഒരു ഏക പാർട്ടിയായിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നത്? ഇന്റർനാഷണൽ കോൺഗ്രസിനെ അറിയപ്പെടുന്നത്. അടുത്തതാണ് ഭാരതീയ ജനതാ പാർട്ടി, BJP. ഭാരതത്തിന്റെ പാർട്ടിയായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയെ പരിഗണിക്കുക. 1980 BJP രൂപം കൊണ്ടത്. അതിന്റെ ചിഹ്നം എന്ന് പറയുന്നത് താമരയാണ്. അതിന്റെ ആശയധാര, BJPയുടെ ആശയധാര എന്ന് പറയുന്നത് ദേശീയത, സാംസ്കാരികമായ ദേശീയത, വികസനം തുടങ്ങിയ കാര്യങ്ങളാണ്. നിലവിൽ ഇന്ത്യയിലെ പ്രധാന ദേശീയ പാർട്ടികളിൽ ഒന്നാണിത്. കേന്ദ്രത്തിലും വിവിധ സംസ്ഥാനങ്ങളിലും ഭരണത്തിലുള്ള പാർട്ടിയുമാണ് BJP. ഇന്ന് കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും ഭരണത്തിലുള്ള പാർട്ടിയായിട്ടാണ് BJPയെ പരിഗണിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഭാരതീയ ജനതാ പാർട്ടിയെ കുറിച്ച് പറയാനുള്ളത്? 1980 ഈ ഒരു പാർട്ടി രൂപം കൊണ്ടത്. ഇതിന്റെ ചിഹ്നം എന്ന് പറയുന്നത് താമരയാണ്. ഇതിൽ ഉൾക്കൊള്ളുന്നത് എന്തൊക്കെയാണ്? ദേശീയത, സാംസ്കാരിക ദേശീയത, അതേപോലെ തന്നെ വികസനം തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. നിലവിലെ ഇന്ത്യയിലെ പ്രധാന ദേശീയ പാർട്ടിയായിട്ടാണ് ഇതിനെ പരിഗണിക്കുന്നത്. കേന്ദ്രത്തിലും വിവിധ സംസ്ഥാനങ്ങളിലും ഭരണത്തിലുള്ള പാർട്ടിയാണിത്. അടുത്തതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, CPI. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, CPI രൂപീകൃതമായത് 1925 കേട്ടോ. കോൺഗ്രസ് 1885 CPI 1925 CPI രൂപം കൊണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. അതിന്റെ ചിഹ്നം എന്ന് പറയുന്നത് നെൽക്കതിരും അരിവാളുമായിരുന്നു. അതിന്റെ ആശയധാര എന്ന് പറയുന്നത് കമ്മ്യൂണിസവും സോഷ്യലിസവുമാണ്. അത് എന്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത്? ഇന്ത്യയിലെ തൊഴിലാളികളെയും കർഷകരുടെയും അവകാശങ്ങൾക്കാണ് ഇത് മുൻഗണന നൽകിയത്. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണിത്. 1925 CPI രൂപം കൊണ്ടത്. അതിന്റെ ചിഹ്നം എന്ന് പറയുന്നത് നെൽക്കതിരും അരിവാളുമാണ്. അതിന്റെ ആശയധാര എന്ന് പറയുന്നത് കമ്മ്യൂണിസവും സോഷ്യലിസവുമാണ്. അതേപോലെ തന്നെ തൊഴിലാളികൾക്കും കർഷകരുടെയും അവകാശങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു പാർട്ടി രൂപം കൊണ്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണിത്. പിന്നീട് CPI CPM ആയിട്ട് മാറി 1964 കേട്ടോ. ഇനി CPIM CPI ആണ്. CPIയിലുള്ള ആളുകളാണ് പിന്നെ എന്തിലേക്ക് പോയത്? CPIMക്ക് മാറിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ് ഏത്? CPIM. ആ M മാർക്സിസ്റ്റ് നാട്ടോ ഉദ്ദേശിക്കുന്നത്. CPIM പഠിച്ചു. CPIM ഉണ്ടായത് 1964 തെരഞ്ഞെടുപ്പ് ചിഹ്നം ചുറ്റിക അരിവാൾ നക്ഷത്രമാണ്. മറ്റോടത്തത് എന്തായിരുന്നു? CPI ആകുമ്പോ എന്താ? നെൽക്കതിരും അരിവാളും. ഇവിടെ ചുറ്റിക അരിവാൾ നക്ഷത്രമാണ്. അതിന്റെ ആശയധാര ഏതന്നെയാണ്? മാർക്സിസവും സോഷ്യലിസവുമാണ്. CPIയിൽ നിന്നുള്ള വിഭജനത്തെ തുടർന്ന് രൂപം കൊണ്ടതാണ് CPIM. കേരളം, പശ്ചിമ ബംഗാൾ, ത്രിപുര എന്നിവിടങ്ങളിലാണ് ഇതിന് സ്വാധീന ശക്തി ഉള്ളത് കേട്ടോ. അപ്പോ ഇതൊക്കെ ഓരോന്നും രൂപം കൊണ്ട വർഷവും അതിന്റെ ചിഹ്നങ്ങളുമാണ് ഒന്നും കൂടി പറയുന്നത്. ഇന്റർനാഷണൽ രൂപം കൊണ്ടത് 1885. അതിന്റെ ചിഹ്നം കയ്യാണ്, കൈപ്പത്തിയാണ്. BJP 1980 രൂപം കൊണ്ടത്. അതിന്റെ ചിഹ്നം താമരയാണ്. CPI 1925 രൂപം കൊണ്ടത്. അതിന്റെ ചിഹ്നം നെൽക്കതിരും അരിവാളുമാണ്.
CPIM 1964 രൂപം കൊണ്ടത്. അതിന്റെ സിമ്പല് എന്ന് പറയുന്നത് ചിഹ്നം ചുറ്റിക അരിവാൾ നക്ഷത്രമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മക്കളെ നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഏതൊക്കെ പാർട്ടികളാണ് ഉള്ളത് എന്നും അതിന്റെ പ്രത്യേകത ഏതൊക്കെയാണ്: ഇന്റർനാഷണൽ കോൺഗ്രസ്, ഭാരതീയ ജനതാ പാർട്ടി, CPIA, CPIM. ഇത്രയും പാർട്ടികളാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർട്ടികളായിട്ട് അറിയപ്പെടുന്നത് കേട്ടോ. അടുത്തത് മറ്റു പ്രധാന ദേശീയ പാർട്ടികൾ. ഭാരതീയ ജനതാ പാർട്ടി 1918 ഭാരതീയ ജനസംഘത്തിന്റെ പുനരാവതാരം ദേശീയ തലത്തിൽ വലിയ സ്വാധീനം ചെലുത്തുകയുണ്ടായി. CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1925 രൂപം കൊണ്ടത്. കേരളത്തിൽ 1957 കേരളത്തിൽ ലോകത്തിൽ ആദ്യമായി ജനാധിപത്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. ഇപ്പൊ കേരളത്തില് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ലോകത്തിൽ തന്നെ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിച്ച സംസ്ഥാനം കേരളമാണ് കേട്ടോ. CPIക്ക് മത്സരിച്ചിട്ട് വിജയിച്ചത് കേരളത്തിലാണ് ആദ്യമായിട്ട് 1957. പിന്നെ ബഹുജൻ സമാജ് പാർട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1984 രൂപം കൊണ്ടതെങ്കിലും അതിന് പദവി ലഭിച്ചത് 1996 ബഹുജൻ സമാജ് പാർട്ടി. കാഞ്ചീറാമാണ് സ്ഥാപിച്ചത്. ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ സാമൂഹിക മുന്നേറ്റത്തിന് വേണ്ടിയാണ് ഏത് രൂപം കൊണ്ടത്? ബഹുജൻ സമാജ് പാർട്ടി രൂപം കൊണ്ടത്. 1957 കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ രൂപം കൊണ്ടത്. അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 1957 നടന്നപ്പോൾ എവിടൊക്കെ നിയമസഭയിലേക്ക് നടന്നപ്പോൾ കേരളത്തില് വിജയിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നമുക്കറിയാം നമ്മുടെ EMS നമ്പൂതിരിപ്പാടാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് കേട്ടോ. പിന്നെ ഇന്ത്യയിലെ പാർട്ടി രീതി എന്ന് പറയുന്നത് ഒരു ബഹുജൻ പാർട്ടിയാണ്. ബഹുപാർട്ടി സംവിധാനമാണ് നിലകൊള്ളുന്നത്. കോൺഗ്രസ് രൂപം കൊണ്ടത് 1985 1989 ശേഷം ഏക പാർട്ടി ആധിപത്യം മാറുകയാണ് ചെയ്തത്. ഇനി കുറച്ച് ചോദ്യങ്ങളൊക്കെയാണ്. എന്താണ് രാഷ്ട്രീയ പാർട്ടി? വാട്ട് ഈസ് മീൻ ബൈ പൊളിറ്റിക്കൽ പാർട്ടീസ്? പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ? പൊതുവായ ലക്ഷ്യങ്ങളും ആശയങ്ങളുമുള്ള ജനാധിപത്യ രീതിയിലൂടെ അധികാരം നേടാൻ ശ്രമിക്കുന്ന ജനവിഭാഗത്തെയാണെന്ന് പറയാ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാ. പൊതുവായ ലക്ഷ്യങ്ങളും ആശയങ്ങളുമുള്ള ജനാധിപത്യ രീതിയിലൂടെ അധികാരം നേടാൻ ശ്രമിക്കുന്ന ജനവിഭാഗമാണ് ഏത്? പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇന്ത്യയിലെ പാർട്ടി സംവിധാനം ഇപ്പോൾ നിലനിൽക്കുന്നത് ഏതാ? ബഹുപാർട്ടി സംവിധാനമാണ്. മൾട്ടി പാർട്ടി സിസ്റ്റമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന പാർട്ടി സംവിധാനം കേട്ടോ. ഇനി ദേശീയ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുന്ന പാർട്ടിയാണ് ദേശീയ പാർട്ടി എന്ന് പറയും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുന്ന പാർട്ടിയെ നമ്മളത് പറയാ രാജ്യവ്യാപകമായി സ്വാധീനം ചെലുത്തുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചിത മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് ദേശീയ പാർട്ടിയായി പദവി നൽകുന്ന പാർട്ടികളാണ് ഏത്? ദേശീയ പാർട്ടികൾ. അതേപോലെ തന്നെ ഇന്ത്യയിലെ സഖ്യ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ? 1989 മുതലാണ് ഇന്ത്യയിൽ രാഷ്ട്രീയമായ സഖ്യ കാലഘട്ടം ശക്തമായത്. അപ്പൊ മക്കളെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററില് 19ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിന്റെ സ്ലൈഡുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ ലളിതമായിട്ടാണ് ഈ ചാപ്റ്റർ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതിന്റെ റെക്കോർഡിങ് കണ്ടിട്ട് വേണം നിങ്ങൾ റെക്കോർഡിംഗ് ക്ലാസ് കേട്ടതിന് ശേഷം ഗൈഡ് വായിക്കണം കേട്ടോ. നമ്മൾ അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി തന്നു, സംവിധാനങ്ങൾ മനസ്സിലാക്കി തന്നു, അതിന്റെ പരിണാമം, ചരിത്രവികാസം മനസ്സിലാക്കി, ദേശീയ പാർട്ടികളെ കുറിച്ച് പഠിച്ചു അല്ലേ. പിന്നെ നമ്മള് രാഷ്ട്രീയ പാർട്ടി എന്താന്ന് പറഞ്ഞു തന്നു. രാഷ്ട്രീയ പാർട്ടിയുടെ സവിശേഷതകൾ 6 പോയിന്റ് എടുത്തു തന്നു. അതേപോലെ പാർട്ടി സംവിധാനങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നിലനിൽക്കുന്നത്? ഒറ്റ പാർട്ടി സംവിധാനം, 2 പാർട്ടി സംവിധാനം, ബഹുപാർട്ടി സംവിധാനം. ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ എവല്യൂഷൻ നമ്മൾ എടുത്തു തന്നു. 55, 52, 67, 75, 89. അതേപോലെ തന്നെ ദേശീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞു തന്നു. ദേശീയ പാർട്ടി, പ്രാദേശിക പാർട്ടി എന്താണെന്ന് മനസ്സിലാക്കി തന്നു. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേകതകളെ കുറിച്ച് പഠിച്ചു അല്ലേ.
ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കി, എന്നാ രൂപം കൊണ്ടെന്ന് മനസ്സിലാക്കി, ചിഹ്നങ്ങൾ മനസ്സിലാക്കി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാ രൂപം കൊണ്ടെന്ന് മനസ്സിലാക്കി, അതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാണ് രൂപം കൊണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോ പിന്നെ നമ്മള് അതിൽ കുറച്ച് ചോദ്യങ്ങൾ മറ്റ് പ്രധാന പാർട്ടികൾ ഏതൊക്കെയെന്ന് പറഞ്ഞു തന്നു. പിന്നെ 1957 കേരളത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിലവിൽ വന്നത് എന്നുള്ളത് മനസ്സിലാക്കി. പിന്നെ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസറുകളും പഠിപ്പിച്ച കാര്യങ്ങളുടെ ഏതൊക്കെ ക്വസ്റ്റ്യനാണ് വരികയെന്നും കാണിച്ചു തന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിന്റെ മറ്റൊരു ചാപ്റ്ററിന്റെ വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ.